വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത കഷ്ണങ്ങൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഓരോ ചിക്കൻ്റെ പീസും വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാനായിട്ട് ആദ്യം തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയും ഈ പൊടിയൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ മസാലകളെല്ലാം ഇതിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ഉരുളൻകിഴങ്ങാണ്. വലിയ ഉരുളൻകിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയ ഉരുളൻകിഴങ്ങെന്ന് പറയുമ്പോൾ 2 ഉരുളൻകിഴങ്ങ് കൂടി ഒരു 500 ഗ്രാം ഉണ്ടായിരുന്നു. ഇത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൂടി നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടിയും ചേർത്തുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളും ഈ മസാല എല്ലാം ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ബൈൻഡ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തെടുക്കേണ്ട. ജസ്റ്റ് ആ പൊടികളും മസാലകളും ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് കോട്ടായാൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ റെഡി ആക്കിയെടുത്ത ഉരുളൻകിഴങ്ങിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് നമ്മുടെ കയ്യിൽ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ്റെ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ് കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ടാവണം. അത് ഇട്ടതിന് ശേഷം തീ കുറച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീ കൂട്ടിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മര്യാദക്ക് കുക്കാവില്ല. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ കളറും മാറി വരും. പിന്നെ ഇത് ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ഇളക്കി കൊടുത്തത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടുപോകും. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടുള്ള സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്